ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം പറയാം. ഈ സമീപകാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണിലെ കരടായി കേന്ദ്ര സർക്കാർ ജയിലിലടച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് മുഹമ്മദ് സുബൈർ, ആൾട്ട് ന്യൂസിൻ്റെ എഡിറ്റർ. ഈ പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്ന തരത്തിലേക്കൊരു പ്രചാരണം നടത്തിയപ്പോൾ ഇതെല്ലാം ഫേക്ക് ന്യൂസാണ്, എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ അതെല്ലാം ഫേക്ക് ന്യൂസാണ്, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വളരെ ശക്തമായി അറിയിച്ച മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ് ആൾട്ട് ന്യൂസ്. വീണ്ടും അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു കാലത്ത് രാജ്യം അല്ലെങ്കിൽ രാജ്യത്തെ ഭരണകൂടം മുഹമ്മദ് സുബൈർ എന്ന ആൾട്ട് ന്യൂസിൻ്റെ എഡിറ്ററെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നുള്ളതാണ്. അതേ മുഹമ്മദ് സുബൈറും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും തന്നെയാണ് പാകിസ്ഥാൻ്റെ ഈ കള്ളപ്രചാരണത്തെ അത് ഫേക്ക് ന്യൂസാണ് എന്ന് ശക്തമായി രാജ്യത്തിന് മുമ്പാകെ അല്ലെങ്കിൽ ലോകത്തിന് മുമ്പാകെ തന്നെ വെളിപ്പെടുത്തിയത്. അവസാനം അതിൽ അങ്ങേയറ്റം അപഹാസ്യരായി ആ രാജ്യത്തെ ഭരണകൂടം മാറുന്നതും നമ്മൾ കണ്ടതാണ്. അതൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട് എന്നൊക്കെയാണ് അവരുടെ മന്ത്രി വിശദീകരിക്കുന്ന നിലയുണ്ടായത്. ഇന്നലത്തെയും ഇന്നത്തെയും സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ സജൻ, ഈ സൈനിക നീക്കം, ഇന്ത്യൻ സൈനിക നീക്കം, നമ്മൾ അതേക്കുറിച്ചാണ് ആദ്യ ഭാഗം എന്ന നിലയിൽ സംസാരിക്കുക. ആ സൈനിക നീക്കം ഏറെ മികവോടെ പാകിസ്ഥാന് ശരിയായ ശക്തമായ തിരിച്ചടിയും പാഠമാകും വിധത്തിൽ തന്നെ ഇന്ത്യൻ സൈന്യം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതെ ശരത്, തീർച്ചയായും കൃത്യമായി അളന്നു കുറിച്ച മറുപടിയാണ് ഇന്ത്യ നൽകിയത്. നമുക്കറിയാം പഹൽഗാമിലുണ്ടായത് കേട്ടുകേൾവിയില്ലാത്ത, നമ്മൾ സാധാരണ ഈ ഭീകരാക്രമണം ഉണ്ടാകുന്ന ചില പ്രത്യേക ഇടങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പക്ഷപാതമുള്ള അല്ലെങ്കിൽ മതപരമായ ഏതെങ്കിലും ഒരു മതപരമായ ഒരു കേന്ദ്രങ്ങളിലേക്കാണ് സാധാരണ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ തികച്ചും മതനിരപേക്ഷവും ഉല്ലാസ കേന്ദ്രത്തിലെത്തിയ നിരപരാധികളെ ഭീകരർ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ലോകത്ത് തന്നെ ചുരുക്കം സംഭവങ്ങളിലൊന്നാണ്. ഇതിന് കൃത്യമായ മറുപടി ഇന്ത്യൻ സൈന്യം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ സൈനിക നടപടിയുടെ വിശദാംശങ്ങൾ നമുക്ക് പുറത്തു വരുന്നത് സൈന്യം എല്ലാം പുറത്തു പറയാറില്ല. അതിൽ തന്ത്രപ്രധാനമായ താല്പര്യങ്ങളുണ്ട്, രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ട്. അത് നമുക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ. അതെല്ലാം പറയുമ്പോൾ തന്നെ, പക്ഷേ നേരത്തെ ശരത് ചൂണ്ടിക്കാട്ടിയതുപോലെ ആൾട്ട് ന്യൂസിൻ്റെ ആൾട്ട് ന്യൂസിൻ ഈ പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ പ്രചാരണ യുദ്ധത്തിൽ ആദ്യം മരിക്കുന്നത് സത്യമാണെന്നുള്ളൊരു വസ്തുതയുണ്ട്. പക്ഷേ ഈ പാകിസ്ഥാനെ പോലെ പൂർണ്ണമായ നിരുത്തരവാദ സമീപനം പെടുത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നേരത്തെ ശ്രീലാലും എല്ലാം ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ്. അവിടെ സർക്കാരിനും ജനാധിപത്യ സർക്കാരിനും ഒരു കാലത്തും ജനാധിപത്യ സർക്കാരിന് ആധിപത്യമില്ലാത്ത ഒരു സംവിധാനമാണ് പാകിസ്ഥാനിൽ. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കള്ളപ്രചാരണം നടത്തുന്ന ഒരു രാജ്യവുമാണ്. യുദ്ധകാലത്തും സമാധാനകാലത്തും. സമാധാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ ഒരു പ്രധാന പല കാലങ്ങളിലും സമാധാനത്തിന് ഭംഗം വന്നെങ്കിലും പൊതുവേ സമാധാനത്തിൻ്റെ ഇടവേളകൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്ത് പോലും കുപ്രചരണം നടത്തുന്ന ഈ പാകിസ്ഥാൻ ഈ സംഘർഷം ആരംഭിച്ച ശേഷം നടത്തിയ ഏറ്റവും വലിയ കള്ളപ്രചാരണങ്ങളെ തുറന്നു കാട്ടിയത് ആൾട്ട് ന്യൂസാണ്. നേരത്തെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളുടെ വ്യാജപ്രചരണങ്ങളെ തുറന്നു കാട്ടിയ ആൾട്ട് ന്യൂസിനെ മതപരമായ ചില ചോദ്യങ്ങൾ ഉയർത്തി അദ്ദേഹത്തെ അവഹേളിക്കാൻ ഒരു വിഭാഗം മുതിർന്നു. പക്ഷേ അതെല്ലാം സമയത്തിന് നേരിട്ട സുഹൈൽ ഇപ്പോൾ എല്ലാവരുടെയും പ്രിയങ്കരനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഭീകരതയ്ക്ക് മതമില്ല. ഭീകരത നേരിടാൻ ഏറ്റവും ആദ്യം വേണ്ടത് രാജ്യത്തിൻ്റെ ഐക്യമാണ്. രാജ്യത്തിൻ്റെ ഐക്യവും എല്ലാവരെയും ഒന്നിച്ചേർത്തി മാത്രമേ ഇത്തരം ഭീകരവാദികളെ നേരിടാൻ കഴിയുള്ളൂ. പാകിസ്ഥാനിലെ ഭീകരതയെ പാകിസ്ഥാൻ ലോകത്തെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ 3 ദശകമായി ഭീകരവാദികളുടെ താവളമാണ് പാകിസ്ഥാൻ. ഈ ഭീകരപ്രവർത്തനങ്ങളുടെ എല്ലാം കൃത്യമായ വിവരങ്ങൾ ഇന്ത്യ പലതവണ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ സ്ഥാപക നേതാക്കളടക്കം ഒട്ടേറെ പാകിസ്ഥാനിൽ പല മേഖലകളിലും ഒരു നിയമ സംവിധാനം നിലവില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് പാക് സർക്കാരിൻ്റെ അറിവോടെയും അല്ലാതെയും ഒക്കെ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് തന്നെ വിദേശ മന്ത്രാലയം പുറത്തുവിട്ട പല രേഖകളും വ്യക്തമാക്കുന്നത് ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തികളുടെ സംസ്കാര ചടങ്ങുകളിൽ അവിടുത്തെ സൈനിക ഭരണാധികാരികൾ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ പാക് സർക്കാരിനും പാക് ഭരണാധികാരികൾക്കും നേരിട്ട് ഇത്തരം സംഭവങ്ങൾ പങ്കുണ്ടെന്നുള്ള തെളിവുകൾ ഇന്ത്യ പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയാൻ പാകിസ്ഥാൻ ബാധ്യസ്ഥമാണ്. ഇത് പറയാതെ ഈ കള്ളപ്രചരണത്തിൽ മുഴുകിയിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സമാധാനത്തിന് ഉള്ള സാധ്യത തെളിയുകയില്ല. അതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും. അപ്പോൾ അതുകൊണ്ട് സമാധാന പാതയിൽ ഇപ്പോൾ സംഘർഷം ഇന്ത്യൻ ഭരണ നേതൃത്വം പലവണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ യുദ്ധവരിയോ പുലർത്തുന്ന രാജ്യമല്ല. പക്ഷേ നിരപരാധികളുടെ ചോര ഇന്ത്യൻ മണ്ണിൽ വീഴാൻ ഇനി അനുവദിക്കാൻ കഴിയില്ല. മുംബൈ ഭീകരാക്രമണം മുതൽ പത്താൻകോട്, ഉറി, പുൽവാമ, പഹൽഗാം, ഇങ്ങനെ ഒരു ഭീകരാക്രമണങ്ങളുടെ ഒരു പട്ടിക തന്നെ ഇന്ത്യക്ക് മുന്നിൽ വയ്ക്കാൻ കഴിയും. ഇതിനെല്ലാം കൃത്യമായ തെളിവ് സഹിതം
ഇന്ത്യ പാകിസ്ഥാൻ ഈ തെളിവുകൾ പോലും ഈ ഹഫീസ് മുഹമ്മദ് സയ്യിദ് പോലുള്ള ഭീകരർക്കെതിരെ തെളിവുകൾ സഹിതം പല മുംബൈ ഭീകരാക്രമണവും പത്താൻകോട് ആക്രമണത്തിലും പങ്കെടുത്ത ആളുകളുടെ വിലാസം സഹിതം ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ആ തെളിവുകൾ മറച്ചു വെച്ച് ഇന്ത്യയെ പഴിചാരാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഇത് രണ്ട് കാര്യം നമ്മൾ ചെയ്യണം. ഈ സൈനിക നടപടിക്കൊപ്പം തന്നെ നയതന്ത്ര തലത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പാകിസ്ഥാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ആ തെറ്റിദ്ധാരണപ്പെടുത്താനുള്ള പാകിസ്ഥാൻ്റെ ശ്രമങ്ങളെ നമ്മൾ പൂർണ്ണമായും തുറന്നു കാട്ടണം. അതാ സാജൻ പറഞ്ഞത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഇതിൻ്റെ അടുത്തൊരു ഭാഗത്ത് വേണ്ടതാണെന്ന് പ്രത്യേകമായി തന്നെ കൺസിഡർ ചെയ്തോ പരാമർശിച്ചോ പോകേണ്ടതാണെന്ന് തന്നെ വിചാരിക്കുന്ന ഒരു ഭാഗമാണ്.